ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ വളരെ പ്രാധാന്യമുള്ളൊരു ദിവസത്തിൻ്റെ ഓർമ്മയാണെന്ന് നമ്മൾ ചെയ്യുന്നത്. ഓർമ്മ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അവയർനെസ്സിൻ്റെ തലം തന്നെയാണ്. സെപ്റ്റംബർ 10 എന്ന് പറയുന്നത് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയിട്ട് നാഷണൽ വൈഡും ഇൻ്റർനാഷണലുമായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത്രമാത്രം പ്രത്യേകതയുള്ള ഒരു വിഷയം തന്നെയാണിത്. പൊതുജനാരോഗ്യ പ്രശ്നം എന്ന് വേണമെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന അത്ര സങ്കീർണമായ ഒരു പ്രശ്നമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഇന്ത്യയിൽ മാത്രം ഓരോ വർഷവും 1,00,000-ലധികം ജീവനുകൾ ഈ ഒരു തലത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കണക്ക്. ഏകദേശം അതിൽ 37.8% 30 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പോൾ അതിൻ്റെ തീവ്രത എന്താണ് എന്നുള്ളത് വളരെ പ്രത്യേകതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒത്തിരി കാരണങ്ങളുണ്ട്. വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന മാർഗങ്ങളുണ്ട്. പലപ്പോഴും അത് അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയുടെ രീതികൾ വളരെ ക്വിക്കായിട്ടായിരിക്കും ആക്ഷൻ. ആ പ്രോസസ്സിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരുപക്ഷെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ കൂടെയുള്ളവർക്കോ ഒന്നും അറിയാൻ പറ്റാതെ വരുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതിന് ഒരു വലിയ കാരണമായി മാറുന്നു എന്ന് വേണം ചിന്തിക്കാൻ. സോ ഇന്നത്തെ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പുതിയ നറേറ്റീവ് തന്നെയാണ്. സൂയിസൈഡ് എന്നുള്ള ആ വേർഡിന് പുതിയൊരു നറേറ്റീവ് തന്നെയാണ് ജയൻ സാറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ജയൻ സാറ് പ്രത്യേകിച്ച് ഈ സൂയിസൈഡ് പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ റിസർച്ചുകൾ ചെയ്തിട്ടുള്ളതാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ ജേണലുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജയൻ നമ്പൂതിരി വളരെ പ്രസിദ്ധനാണ്. ഒത്തിരി ക്ലാസ്സുകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാ സെപ്റ്റംബർ 10-നും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ചിലപ്പോൾ നമ്മളൊരു ആഴ്ചകളായിട്ടൊക്കെ ചെയ്യാറുണ്ട്. എന്നൊക്കെയാണെങ്കിലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു കരുതലായിരിക്കട്ടെ. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജയൻ സാറിനെ. ജയൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു. ഏവർക്കും നമസ്കാരം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്ന തീമാണ് ചേഞ്ചിങ് ദ നരേറ്റീവ് ഓഫ് സൂയിസൈഡ്. ഇതിനു മുമ്പ് ക്രിയേറ്റിംഗ് ഹോപ്പ് ത്രൂ ആക്ഷൻ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോൾ 3 വർഷത്തേക്കാണ് ഇവർ തീം സെറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഈ സൊസൈറ്റിയിൽ ഇതിനെ എങ്ങനെ സഹായിക്കാം എന്നാണ് എൻ്റെ ഒരു ചിന്തയുള്ളൂ. കുറച്ചൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ആയിട്ടൊരു ഇന്ററാക്ഷൻ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ കൂട്ടാനും സാധിക്കും. ഞാൻ തൃശ്ശൂർ ബേസ്ഡ് ആണ്. ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ബിഹേവിയർ ടെക്നോളജിയാണ്. ബിഹേവിയർ തെറാപ്പിയാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സൂയിസൈഡ് പ്രിവെൻഷൻ ത്രൂ ബിഹേവിയർ ടെക്നോളജി എന്ന കൺസെപ്റ്റിലാണ് വരുന്നത്. എന്താണ് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ? ആർക്കാച്ച പറയാം. അൺടൈംലി ഡെത്ത് ബൈ ദംസെൽവ്സ്. അവരവർ ചെയ്യുന്ന ഒരു വലിയ കുറ്റമാണ് അത്. അതെ, ഒരു എസ്കേപ്പിസം ഫ്രം ദ റിയാലിറ്റി ആണ്. അതെ അതെ അതെ. അല്ലെങ്കിൽ പെർമനന്റ് സൊല്യൂഷൻ ഫോർ ടെമ്പററി പ്രോബ്ലം ആണ്. ഇങ്ങനെ നമുക്കൊരു ഫോൺ കോൾ വരിക വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇതിനുള്ള അറ്റംപ്റ്റ് നടത്തേണ്ടതെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്താ വരെ ചെയ്യാൻ പറ്റുക? അവരെ ആശ്വസിപ്പിക്കുക, അതിന് ഇതാക്കണം. അതാണ് സർ, ആശ്വസിപ്പിക്കുക, അതിനെ പിന്നിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. അതെ, അവരെ പറഞ്ഞ് ആദ്യം അവരെ നന്നായിട്ട് കേൾക്കണം. അവർ പറയുന്നതൊക്കെ കേൾക്കണം. അത് കേൾക്കുമ്പോ തന്നെ അവർക്ക് കുറച്ചും റിലീഫ് കേൾക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സിറ്റുവേഷനിൽ. അതാണ്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ കേൾക്കുമ്പോ നമ്മൾ അവർക്ക് കൊടുക്കണത് എന്താ? ഞങ്ങൾക്ക് ഒരു റിലീഫ്, ആശ്വാസം എന്ന് പറയാ. നിങ്ങളെ നിന്റെ ഒന്നിച്ചിട്ട് ഞാനും ഉണ്ട് എന്നുള്ള ഒരു സെൻസ് ഓഫ് ഫീലിംഗ്. മോറൽ സപ്പോർട്ട് ഒന്നുകൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞാലോ? എനിക്ക് അല്ലെങ്കിൽ നിന്റെ കൂടെ ഞാനുണ്ടെന്ന്, ഐ ആം വിത്ത് യു എന്ന കൺസെപ്റ്റ് വരുന്നു.
അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ഹോപ്പ് അല്ലേ? യെസ്. യെസ്. നമ്മളവിടെ അവർക്ക് കൊടുക്കുന്നത് ഹോപ്പാണ്. ഇനി നിങ്ങൾ എത്ര പേര് മൊബൈൽ അല്ലെങ്കിൽ ടൈം പീസിൽ അലാറം സെറ്റ് ചെയ്യാറുണ്ട്? ഞാൻ ചെയ്യാറുണ്ട്. എത്ര മണിക്കാ വെക്കാറ്? ഞാൻ ചെയ്യാറുണ്ട് സാർ. 4:30. ഞാനും ചെയ്യാറുണ്ട് സാർ. ഇപ്പൊ അലാറം സെറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ആരാണ് ഗ്യാരണ്ടി തന്നെ? നമ്മൾ മണ്ടത്തരല്ല ചെയ്യണത്. ഇനിയിപ്പോ 4:30 അലാറം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 4:30 അലാറം കേട്ട് ഉണരാൻ പറ്റുമെന്നുള്ള മണ്ടത്തരല്ലേ? ഒരു മിനിറ്റ് മുമ്പ് ഏതാ? ഞാൻ ആ സൗണ്ട്, അലാറത്തിന്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഉണരാറ്. അതെ. ഇപ്പൊ സാറെ മാഡം എല്ലാരെയും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇല്ല, നമ്മൾ 4:30 അലാറം സെറ്റ് ചെയ്യണം. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ രാവിലെ 4:30 എണീക്കാൻ വേണ്ടി അലാറം സെറ്റ് ചെയ്യണം. ഈ അലാറം കേട്ട് എനിക്ക് 4:30 ഉണരാൻ പറ്റുമെന്ന് പറയുന്ന ഒരു മണ്ടത്തരല്ലേ? എന്റെ ഒരു പെർസെപ്ഷൻ ആണ് കേട്ടോ. എല്ലാവരും ആവണമെന്നില്ല. അതല്ല നമ്മളെ ശ്രദ്ധിക്കണല്ലോ. ഞങ്ങളുടെ മനസ്സിൽ ആ 4:30 എന്നുള്ള ഒരു ഇത് സാർ എന്റെ കാഴ്ചപ്പാട്ടിൽ പറഞ്ഞെങ്കിൽ അതിനോണ്ടല്ല. പറഞ്ഞോളൂ. ഉണർന്നത് ഞാനുള്ളൂ. ഇപ്പോ ഞാൻ ചോദിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇപ്പൊ ഞാൻ 4:30 അലാറം സെറ്റ് ചെയ്തു. 4:39 ഞാൻ 4:29 ഞാൻ തട്ടിപ്പോയാലോ? നോർമൽ ഡെത്ത് സംഭവിച്ചാലോ? ഇത് എന്റെ എക്സ്പെക്ടേഷൻ അല്ലേ? എനിക്ക് രാവിലെ 4:30 ഉണരാൻ സാധിക്കുമെന്നുള്ളത് എന്റെ എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ. ഒരാൾ എനിക്ക് ഗ്യാരണ്ടി തന്നിട്ടില്ല. തന്നുണ്ടോ? അപ്പൊ അതിനില്ലേ ഹോപ്പ്? അപ്പൊ നമ്മുടെ ലൈഫ് മുഴുവൻ സൈക്കോളജി ആയിട്ട് കണക്ട് ചെയ്താ ഹോപ്പിനും ഒരു സൈക്കോളജി ഉണ്ട്. ഹോപ്പ് പറഞ്ഞെന്താ? അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോ എങ്ങനെയാ വരണേ? പ്രതീക്ഷ എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ഒരു പ്രേരണയാണല്ലോ സാറേ. അതെ. ഈ ഹോപ്പിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോ H എന്ന് പറഞ്ഞ ഹീലിംഗ് ആണ്, O എന്ന് പറഞ്ഞ ഒപ്റ്റിമിസം ആണ്, P എന്ന് പറഞ്ഞ പോസിബിലിറ്റി ആണ്, E എന്ന് പറഞ്ഞ എംപവർമെന്റ് ആണ്. ഇതാണ് ഹോപ്പിംഗ്. ഇപ്പൊ ഹീലിംഗ് പറഞ്ഞ പ്രോഗ്രസ് ഓഫ് റിക്കവറി, ഒപ്റ്റിമിസം പറഞ്ഞ പോസിറ്റീവ് ഔട്ട്ലുക്ക്, പോസിബിലിറ്റി ബിലീവ് ഇൻ എ ബെറ്റർ ഫ്യൂച്ചർ, എംപവർമെന്റ് ടേക്കിംഗ് കൺട്രോൾ ആൻഡ് ഫൈൻഡ് സ്ട്രെങ്ത്. അപ്പൊ ഇവിടെ ഹോപ്പ് എന്ന് പറയുമ്പോ എനിക്കൊരു കാര്യസാധ്യത്തിന് വേണ്ടി എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പരിപൂർണമായും കിട്ടാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കില്ലേ? എനിക്കൊരു കാര്യം നേടിയെടുക്കാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് വേണ്ടി കിട്ടാനായിട്ട് ഞാൻ പരിപൂർണമായിട്ട് ഞാൻ പ്രയത്നിക്കും. അതായത് ഹോപ്പിന്റെ മനഃശാസ്ത്രം എന്നത് ഒരു വ്യക്തി ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്ന് വിശ്വസിക്കുകയും അതിനായി പ്രചോദിതരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സജീവമായ മനസ്സിന്റെ ഒരവസ്ഥയാണ്. ഡെവലപ്പ് ബൈ C.R. സ്നിഡർ എന്ന് പറഞ്ഞവരാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, ഹോപ്പിന്റെ മനഃശാസ്ത്രം. ലക്ഷ്യങ്ങൾ നേടുന്നുള്ള പ്രചോദനം, അതിനുള്ള വഴി കണ്ടെത്തുവാനുള്ള വിശ്വാസം, ഇത് രണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഹോപ്പായി. അതുപോലെ ഞാൻ അലാറം വെക്കുമ്പോൾ എനിക്കിത് രാവിലെ കേട്ട് ഉണരാൻ സാധിക്കും. കേട്ട് ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണോ പ്ലാൻ ചെയ്ത് അത് എനിക്ക് മുന്നേറാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായാൽ മതി. അപ്പൊ ഈ എക്സ്പെക്ടേഷൻ മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. ഈ എക്സ്പെക്ടേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. സാബു സാറേ, ഓക്കെ ശരി. ഇപ്പൊ നമ്പർ 1 ഇരിക്കുന്നത് ബ്ലഡ് ഡൊണേഷൻ ആണ്. നമ്പർ 2 നമ്മുടെ ബോഡി ഓർഗൻസ് ആണ്. കണ്ടീഷൻ അപ്ലൈ. എനിക്ക് എന്റെ ഹാർട്ട് ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല ആഫ്റ്റർ മൈ ഡെത്ത്, അതാണ് കണ്ടീഷൻ. 3rd പൊസിഷനാണ് ഫുഡ്. 4th പൊസിഷനാണ് സ്മൈല്. 5th പൊസിഷനാണ് ഫിനാൻസ്. ഇപ്പൊ ഇങ്ങനെ ഈ മൂഡിൽ വരുന്ന ആൾക്കാരെ നേരത്തെ പറഞ്ഞു സൂഫി വാക്കിംഗ് എന്ന് പറഞ്ഞു. ഈ സൂഫി വാക്കിങ്ങിലൂടെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ചാരിറ്റി ചെയ്യിക്കാറുണ്ട്. 1 രൂപയുടെ കോയിൻ, 1 രൂപയെ ഞാൻ പറയാറുള്ളൂ. അതിന്
ഇപ്പൊ 20 രൂപയുടെ കോയിനും കിട്ടും, ഏതെടുത്താലും വിരോധമില്ല. ഞാൻ 1 രൂപ പറയാ. ഈ 1 രൂപയുടെ കോയിൻ അവര് വലത്തെ കയ്യിൽ പിടിക്കാം. എന്നിട്ട് അവരുടെ സ്പിരിച്വാലിറ്റി ഏതാണ്, കാസ്റ്റ് ഏതാണ്, ആ കാസ്റ്റ് അനുസരിച്ച് ഞാൻ പോകാൻ പറയും. ഇപ്പോ ഹിന്ദുക്കളാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ പറയും, മറ്റവരാണെങ്കിൽ പള്ളിയിൽ പോകാൻ പറയും. ഈ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഡെസ്റ്റിനി എത്തുന്നത് വരെ ലെഫ്റ്റ് ലെഗ് കൗണ്ട് ചെയ്യണം. ഈ കൗണ്ട് ചെയ്ത് നടക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാത്ത രീതിയിൽ ഈ കോയിൻ നിലത്തേക്ക് ഇടുക. ഈ കോയിൻ അവര് വിശ്വസിക്കുന്ന ദൈവത്തിനോട് ചാരിറ്റി ആണ്. അപ്പൊ ആ ചാരിറ്റി ഉപയോഗിച്ച് ഒരു വ്യക്തി, ഇപ്പോ എനിക്ക് 100 രൂപയുടെ ആവശ്യമുണ്ട്, എന്റെ മുന്നിൽ ഉലാൻ സാറ് പോയിട്ട് 1 രൂപ കോയിൻ ഇട്ടു. ആ കോയിൻ ഉലാൻ സാറ് കാണും ചെയ്തു. അപ്പൊ സാറിന്റെ മനസ്സിൽ വരണം എന്താ വെച്ചാൽ, സാറ് ഗോഡിന് കൊടുത്ത ആ ചാരിറ്റി ഗോഡ് എനിക്ക് കൊണ്ടുവന്നു. ഗോഡ് ഒരിക്കലും എനിക്ക് ഡയറക്റ്റ് സഹായിക്കാനില്ല, ത്രൂ വൺ മീഡിയേറ്റർ ആണ്. അപ്പൊ എന്താ, രണ്ടുപേർക്കും ഹാപ്പിനെസ് കിട്ടി. ഇപ്പൊ നാളൊരു ലേഡി വന്നിട്ട് അവര് കുറെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത്രയും പ്രശ്നങ്ങൾ സഹിക്കാൻ ഞാൻ എന്ത് തെറ്റായത്, എന്തുകൊണ്ട് ദൈവം എന്നെ ഹെൽപ്പ് ചെയ്യണില്ല, എനിക്ക് അതുകൊണ്ട് ദൈവത്തെ വിശ്വാസമില്ല, ഞാൻ പ്രാർത്ഥിക്കില്ല പറഞ്ഞു. അവരോട് പറഞ്ഞത്, ദൈവം നേരിട്ട് വന്ന് വരില്ല, ദൈവം ഒരു വ്യക്തിയുടെ പേരിലാണ് വരിക. ആ വ്യക്തി ആണ് നിങ്ങൾക്ക് ദൈവം പറഞ്ഞതിന് നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ട്. ഇപ്പോ ബ്ലഡ് ഡൊണേഷൻ ആണ് നമ്പർ 1. ഇത് ദിവസം പ്രാക്ടീസ് ചെയ്യണം. രണ്ടാമത്, ഇപ്പൊ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചില സ്ത്രീകള് ഒറ്റടി പ്രദർശനം നടത്തുന്നുണ്ട്. അമ്പലത്തിൽ പോയൊക്കെ അറിയാൻ പറ്റും. ഈ ഒറ്റടി പ്രദർശനം നടത്തുന്ന സമയത്ത് അവര് മറ്റുള്ള അമ്പലത്തിൽ വന്ന മറ്റുള്ള വ്യക്തികളെ നോക്കി എന്ത് സംഭവിക്കും? അവര് നടക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരെ നോക്കി എന്ത് സംഭവിക്കും? ഇവിടെ കോൺസെൻട്രേഷൻ പോവും. ഇവര് വേണമെങ്കിൽ വീഴാൻ മറ്റുള്ളവർ ചവിട്ട് കൊള്ളാതിരിക്കുക ചെയ്യാം. ഈ സൂഫി വാക്കിങ്ങിലും ഈ അമ്പലത്തിൽ നടത്തിയ ഈ മെത്തേഡും മൈൻഡ്ഫുൾ വാക്കിംഗ് ആണ്. മൈൻഡ്ഫുൾ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ബി പ്രസന്റ്. ഞാൻ നടക്കുന്ന കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യും. അവരോട് അവരുടെ വീട്ടില് ഡെയിലി 50 സ്റ്റെപ്സ് നടക്കാൻ പറയും. അവിടെ കൈ കൂപ്പേണ്ട ആവശ്യമില്ല, നമ്മുടെ കാലുമയ്ക്ക് മാത്രം നോക്കി ഒരു കാല് വെച്ചു, മറ്റേ കാല് എക്സാക്ട്ലി മുന്നിൽ വെച്ച് നടക്കും. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറയും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്, ഡയറി എഴുതലാണ്. ഈ ഡയറി എഴുതുമ്പോൾ ഇന്ന് എൻ്റെ ലൈഫിലുണ്ടായ ഹാപ്പി മൂമെന്റുകളെല്ലാം ഞാൻ പേന ഉപയോഗിച്ച് എഴുതും. വിഷമുണ്ടായ കാര്യങ്ങള് പെൻസിൽ ഉപയോഗിച്ച് എഴുതും. നെക്സ്റ്റ് ഡേ പെൻസിൽ കൊണ്ട് എഴുതിയ എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റി കളയും. അപ്പൊ എപ്പോ നോക്കിയാലും എന്റെ ഡയറി പോസിറ്റീവാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം. അപ്പൊ ഇതെല്ലാം നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് ഉണ്ടാക്കാം. ഇത് കിട്ടും. പിന്നെ അടുത്ത സാധനമാണ് സേവ് ആൻഡ് ലേൺ. എന്താണ് സേവ്, എന്താണ് ലേൺ? സേവ് എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ദ സൂയിസൈഡ് തിങ്കിങ്, ആസ്ക് ക്വസ്റ്റ്യൻസ്, വാലിഡേറ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻകറേജ് ഫോർ ദ ട്രീറ്റ്മെന്റ്. ഇപ്പൊ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്തത്? ചിലപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോ എന്നെ ചില ആൾക്ക് വിളിക്കും, എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അയ്യോ ചെയ്യല്ലേ എന്ന് ഞാൻ പറയാം, വേണേ ചെയ്തോളാൻ പറയും. അതിന്റെ ഒപ്പം പറയും എന്തുകൊണ്ട് നിങ്ങളിപ്പോ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഒരു A to Z ഒരുപാട് കാര്യങ്ങൾ പറയും. ഞാനും ചിലപ്പോൾ പറയാം, എനിക്കും ഈ ഫീലിംഗ് വരുന്നുണ്ട്, എനിക്കൊരു കമ്പാനിയൻ ഇല്ല, നമുക്ക് നാളെ ഒന്നിച്ച് ചെയ്യാം, വെയിറ്റ് ചെയ്യുമോ ചോദിക്കും. അപ്പൊ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാൻ പറയണത് എന്താ, എന്നെ വെയിറ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ ആ വ്യക്തി വാല്യൂ ഉള്ള പേഴ്സണായി മാറി. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം സംസാരിക്കും. ലാസ്റ്റ് ഏത് വഴി വേണം, ഹാങ് ചെയ്യണം, ഡ്രഗ്സ് വേണം, മരുന്ന് വേണം, കട്ട് ചെയ്യണം, ട്രാക്ക് വേണം, എല്ലാം പറഞ്ഞ് ലാസ്റ്റ് പറയും വേദന ഇല്ലാതെ വേണം. നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി കിടക്കാം, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവവും മുറിച്ചെടുക്കാം, അനസ്തേഷ്യ തരില്ല, ഞാനത് 30 ലക്ഷത്തിന് വിൽക്കും. അപ്പൊ എന്റെ ലൈഫിന് 30 ലക്ഷം വാല്യൂ ഉണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ എന്തിനാ 10 രൂപയ്ക്ക് എന്റെ ലൈഫ് കളയണെന്നാണ് തോട്ട്. അങ്ങനെ അവിടെ തോട്ട് ഡൈവേർട്ട് ചെയ്യാറുണ്ട്. രണ്ടാമതൊരു ക്രൈസി മെത്തേഡ് ചെയ്യാറുള്ളത്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ചെയ്യണു, മറ്റുള്ളവരും പ്രാക്ടീസ് ചെയ്യാം.
ഇപ്പൊ എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ എഴുതാൻ പറയും. 25 പ്രാവശ്യം എഴുതിയ എന്നെ വിളിക്കാൻ പറയും. ഓരോ എഴുത്തിനും 25,000 വെച്ച് തരാൻ പറയും. 21 ദിവസം തരണം. അവരിന്ന് ചിരിക്കാൻ തുടങ്ങും. നമുക്കവിടെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്കിതെല്ലാവരും സേവ് ചെയ്യാൻ പറ്റുന്ന ഗ്യാരണ്ടി ഒന്നും ചിലതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിണ്ടാവും. പക്ഷെ മാക്സിമം നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒപ്പമുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കിയാൽ മതി. Then look signs, empathize and listen, ask directly about suicide and remove the dangers. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? അവരെ ട്രീറ്റ്മെന്റിന് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇതന്നെയാണ് 5 സ്റ്റെപ്പ്. ആസ്ക്, ആർ യു തിങ്കിങ് അബൌട്ട് കില്ലിംഗ് യുവർ സെൽഫ്? കീപ് ദം സേഫ്. ബി ദർ, ലിസൺ കെയർഫുള്ളി ആൻഡ് അക്നോളജ് ദെയർ ഫീലിംഗ്. ഹെൽപ്പ് ദം ടു കണക്ട്. ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് കണക്ട് ചെയ്യുക. സ്റ്റേ കണക്ട്, ഫോളോ അപ്പ് നടത്തുക. ഇത്രയും മാർഗത്തിലൂടെ നമുക്ക് അവരുടെ ലൈഫിനെ സേവ് ചെയ്യാൻ പറ്റും. അടുത്ത സാധനമാണ് IPCR, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യുക, സംസാരിക്കാൻ. അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, എല്ലാവരും ഒന്നിച്ച് കളിക്കുക. അതുപോലെ ലോകത്തെ ഏറ്റവും വില കൂടിയ മരുന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്ന സാധനം ടച്ചാണ്. ഈ ടച്ച് ശരിക്ക് കൊടുക്കുക. നമ്മുടെ കയ്യിന്റെ 3 വിരല് നേരെ നെറ്റിയുമ്പോൾ വെക്കുക, എന്നിട്ട് ഏറ്റവും സ്ലോലി മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ആദ്യം തലയുടെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ പുറകിൽ വരും. പുറകിൽ വന്ന കഴുത്തിന്റെ അവിടുത്തെ നേരെ ചെവിയുടെ പിന്നിൽ കൂടെ പോയിട്ട് വീണ്ടും ഫ്രണ്ടിൽ വരിക. ഈ ഫ്രണ്ടിൽ വന്ന് എവിടെ ഏറ്റവും കൂടുതൽ സുഖമുള്ള ചോദിക്കും. ഏറ്റവും സുഖമുള്ള ഭാഗം അവർ പറയും, അവിടെ അപ്ലൈ ചെയ്യുക. ഇന്ന് ചെയ്യുന്ന അതേ സമയത്ത് നാളെ ചെയ്യണം. രണ്ടാമത് ഉറങ്ങാൻ പോകുന്ന സമയത്തും രാവിലെ എണീറ്റ് വരുന്ന സമയത്തും 2 പുരികത്തിൽ നടുക്കൊരു ഉമ്മ കൊടുക്കുക. ആ ഉമ്മ കൊടുക്കുമ്പോൾ 10 സെക്കൻഡ് അവിടെ വെച്ചിരിക്കണം. ബ്രെയിനാണ് ഇത് അഫക്റ്റ്, നല്ല സൂത്തിങ് ഇഫക്റ്റ് ആയിരിക്കും. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. 8 ദിവസം പോരാ. ഇങ്ങനത്തെ പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ 8 ദിവസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്തു. അത് 21 ദിവസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഹാബിറ്റായി വരും. ആ ആദ്യത്തെ 21 ദിവസത്തിനിടയിൽ യാതൊരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. മുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെയ്ത റിസൾട്ട് കിട്ടൂല. പിന്നെ ചെയ്യണത് ഒന്നായി മറിച്ച്. ഇപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ ഈ മൊബൈലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നത് വീട്ടില്? നമ്മുടെ സൊസൈറ്റിയിൽ മൊബൈൽ ഇറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നത് വീട്ടില്? നല്ലോണം ആസ്വദിച്ചായിരുന്നു. നല്ലോണം ആസ്വദിച്ച് ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ചിരുന്ന് ആദ്യം പ്രാർത്ഥിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു. ഇന്നത്തെ അവസ്ഥ ഇതാണ്. തോണ്ടിക്കൊണ്ടാ കഴിക്കണം. ആ തോണ്ടിക്കൊണ്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയുന്നില്ല. എല്ലാവരും അവരവരുടെ ലോകത്താണ്. രണ്ടാമത്, നമ്മുടെ മെന്റൽ ഹെൽത്ത് നോർമൽ ആവാനായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ദിവസം. നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നമ്മുടെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആവും. കാരണം ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അറിയാതെ ഒരുപാട് ഇമോഷൻസ് റിലീസ് ചെയ്യാൻ പറ്റും, അൺവാണ്ടഡ് ഇത്. ഇനി ചില ആൾക്കാർക്ക് ഉറക്കം, നേരത്തെ മാഡം ചോദിച്ചു, നമ്മൾ ഒരു ദിവസം 7 മണിക്കൂർ 6 മിനിറ്റ് ഉറക്കം വേണം. ഉറങ്ങാൻ കിടന്ന 10 മിനിറ്റ് കൊണ്ട് ഉറക്കം കിട്ടിയിരിക്കണം. ഈ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ലെവൽ എലിമിനേഷൻ എക്സസൈസ് പ്ലാൻ എന്നാണ്. നമ്മൾ ഉറങ്ങാൻ കിടന്ന 10 മിനിറ്റോടെ ഉറക്കം കിട്ടിയില്ല എന്ന് വരും? ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. അപ്പോ ഒന്ന്, ഉറങ്ങാൻ പോകുമ്പോൾ ഫോൺ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കിടന്നുകൊണ്ട് മൊബൈൽ നോക്കാൻ പാടില്ല. ഇത് മൊബൈലിനെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ കിടന്ന് ഉറക്കം വരുന്നില്ലെങ്കിൽ അവിടെ നമ്മുടെ ഈ അൺവാണ്ടഡ് തോട്ട്സിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡാണ് ലോഫ്റ്റർ തെറാപ്പി. നല്ലോണം ചിരിക്കുക. നമ്മുടെ ആൽഫബറ്റ് ലെവല് ആ ഇ ഈ ഉ എന്ന പോലെ ഹാ ഹാ ഹി ഹി ഹു എന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ സെക്രേറ്റ് ചെയ്യും. ഇത് പെയിൻ റിലീസ് ആണ്. നമുക്ക് ഉറക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഉറങ്ങില്ല പറഞ്ഞ് കിടന്നാൽ മതി, സുഖമായിട്ട് ഉറങ്ങാം. നേരത്തെ ഞാൻ സ്മൈല് പറഞ്ഞു. നമ്മുടെ ചാറ്റില്
നാലാമത്തെ ഇതിരിക്കുന്ന സ്മൈലാ പറഞ്ഞു. എന്താണ് സ്മൈൽ എന്ന് പറഞ്ഞാൽ? ഈ സ്മൈലിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് ആണ്, എം എന്ന് പറഞ്ഞാൽ മൂഡ് എലിമിനേഷൻ ആണ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ആണ്, എൽ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്, ഇ എന്ന് പറഞ്ഞാൽ എമ്പതി ആണ്. ഇതാണ് സ്മൈൽ. അപ്പോൾ ഇത് ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരും. ഇനി ഈ ഹെഡ് മസാജും ഈ രണ്ട് പുരയത്തിന് നടക്ക് കിസ് കൊടുക്കണതും പാരൻസും മക്കളും അല്ല, ഹസ്ബൻഡും വൈഫിനും ചെയ്യാം. ഇൻവെർട്ടർ കോമ അണ്ടർലൈൻ. ഹസ്ബൻഡ് വൈഫ് എന്നുള്ളത് ഇൻവെർട്ടർ കോമയാണ്, അണ്ടർലൈനുമാണ്. ഇത് ദിവസം ഇപ്പോൾ വൈഫ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ വൈഫ് ഉണരുന്നതിന് മുമ്പ് ഹസ്ബൻഡ് ഉണരും. പക്ഷെ കണ്ണ് തുറക്കില്ല, മരുന്ന് കിട്ടിയിട്ടില്ല, അവരെ വെയിറ്റ് ചെയ്തിരിക്കും. അത്രയും ഇഫക്റ്റ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇൻവെർട്ടഡ് കോമയും അണ്ടർലൈനാണ് ഹസ്ബൻഡ് വൈഫ് എന്നുള്ളത്. അപ്പൊ ഇതാണ്, ഇത്രയും മെത്തേഡിലൂടെ നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കും. ഇനിയിപ്പോ ഞാൻ സ്ഥിരമായിട്ടൊരു ക്ലാസ് 8 മണിക്ക് കണ്ടക്ട് ചെയ്യാറുണ്ട്. നാളത്തെ ക്ലാസ്സിന്റെ ടൈറ്റിൽ ഇതാണ്, ജേർണലിംഗ് ഫോർ വെൽബീയിങ്. ഇതിലെനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ആയത് ഇവിടെ ഡെസിഗ്നേഷൻ തന്നതാണ്, സ്മൈൽ ക്രിയേറ്റർ ആൻഡ് മൈൻഡ് വിസ്പറർ. ഒരു ഡെന്റൽ ഡോക്ടറാണ്, ഒപ്പം സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ ഇവർ തന്ന ഡെഫിനേഷൻ, ഈ ടൈറ്റിലാണ് എനിക്ക് കൂടുതൽ അട്രാക്ട് ആയത്. ഇപ്പൊ 2 ആഴ്ച മുമ്പ് ഞാനൊരു ഇന്റർനാഷണൽ ഇ ജേർണൽ ലോഞ്ച് ചെയ്തു. സാബു സാറിന്റെ ഒരാൻ സാറിന്റെ ആർട്ടിക്കിൾ അതിലുണ്ട്. ഏകദേശം 39ഓളം ആർട്ടിക്കിൾ വന്നു. ഇന്ത്യയിൽ പുറത്തുള്ള ആൾക്കാരായി. വർഷത്തിലൊരു 4 മാഗസിൻ എന്ന രീതിയിലാണ് എഡിഷൻ ആയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സൈക്കോളജി ബേസ്ഡിലാണ് വരുന്നത്. ഇനിയിപ്പോ അടുത്തൊരു എഡിഷൻ വരുന്നത് നവംബറിലേക്കാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു തിങ്കളാഴ്ച ഒരു വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് റിസർച്ച് മെത്തഡോളജിയെ കുറിച്ചാണ്. ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ മാഗസിൻ എന്തുണ്ടെങ്കിലും എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ മെസ്സേജ് തരാം. അതിന്റെ ഫാക്കൽറ്റി വരുന്നത് ആസാമിൽ നിന്നാണ്. ഞാൻ ആഴ്ചയിൽ ഒരു 3-4 ദിവസം ഇതുപോലെ വെബിനാർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിന്റെ സമയം 8 മണിയാണ്. ഇപ്പൊ സാബു സാറിന് ഡിസ്റ്റർബൻസ് ആണ്. സാബു സാറ് 7 മണിക്ക് എടുക്കണു, ഞാൻ 8 മണിക്ക് ആക്കുന്നു. പിന്നെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഇന്റർനാഷണൽ കോൺഫറൻസുകൾ നടത്താറുണ്ട്. ഞാൻ ഓർഗനൈസർ ആയതുകൊണ്ട് എനിക്ക് പേപ്പർ പ്രസന്റേഷനും ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഒലാൻ സാർ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും പ്രൈസ് അടിച്ചു പോകാറുണ്ട്. സാറിന് അതിനൊരു ഇതുണ്ട്. കാരണം മിക്കവാറും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് സാർ അടിക്കും. ഈ പ്രൈസ് മാർക്ക് കൊടുക്കണം ഞാനല്ല, അതിന് വേറെ പാനൽ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, അവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് ഈ സൂയിസൈഡ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അൺകണ്ടീഷണൽ ലിസണിങ് ആണ്. പിന്നെ അവരെ ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുക, അർത്ഥത്തില് മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ്. ആ സഹായിക്കുന്നതിൽ ഏറ്റവും നമ്പർ 1 ആയിരിക്കുന്നത് ചാരിറ്റിയില് ബ്ലഡ് ഡൊണേഷൻ ആണ്. നമ്മുടെ പോക്കറ്റ് പോലെ അനങ്ങില്ല. ഓരോ സമയാസമയം നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അത് അൺനോൺ പേഴ്സണ് കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കുകളുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാം. സെക്കൻഡ് വരുന്നത് ബോഡി ഓർഗൻസ് ആണ്, കണ്ടീഷൻ അപ്ലൈ. തേർഡ് എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഫോർത്ത് എന്ന് പറഞ്ഞാൽ സ്മൈലാണ്. ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഗേറ്റ് തുറന്നു തരാൻ ഒരു ഗേറ്റ് മാൻ ഉണ്ട് വിചാരിക്കുക. എല്ലാ ദിവസവും ആളാണ് ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ തുറക്കാമെന്ന് പറഞ്ഞാൽ ആൾക്കൊരു സ്മൈൽ കൊടുത്ത് കേൾക്കും. ഇത് ചാരിറ്റിയാണ്. ആളുടെ ഡ്യൂട്ടി നമ്മൾ വരുമ്പോൾ വാതിൽ തുറന്നു തരാന്നാണ്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാം. അത് നമ്മൾ സ്മൈല് കൊടുത്തിട്ട് വേണം. ഇത് കൊടുത്തു ചെയ്താൽ നമുക്ക് നല്ല ഹാപ്പി ഉണ്ടാക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സാബു സാറേ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം. എത്ര പ്രാവശ്യം ഇതെടുത്താലും ഇതിൻ്റെ കണ്ടന്റുകൾ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വളരെ വിദഗ്ധമായ രീതിയിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണമെന്നും എന്തൊക്കെയാണ് എൻ്റെ സാധ്യതകൾ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് സാർ പറഞ്ഞു. ഇതിൻ്റെ ഡിസ്കഷനിലേക്ക് കൂടെ കടന്നു പോകാം. ലയനൽ സാർ ഒന്ന് തുടങ്ങിക്കോളൂ. വളരെ പ്രസക്തമായ ഒരു വിഷയം വളരെ ലളിതമായി നമ്മുടെ മുമ്പിലേക്ക് ജയൻ സാർ ഇട്ടു തന്നു. സാറിന്റെ ഒരു പ്രത്യേകത, ഓരോ ക്ലാസ്, ഈ ക്ലാസ് പല സ്ഥലത്ത് എടുത്തിട്ടുണ്ട്, പക്ഷെ സാറിന്റെ
വാക്കുകളും വാചകങ്ങളും ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണ്. കഴിഞ്ഞ സ്ലൈഡ് ഇന്നില്ല. സാർ എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ വളരെ പ്രത്യേകത, കഴിഞ്ഞ പ്രാവശ്യം സാറ് കാണിച്ച ഒരൊറ്റ സ്ലൈഡ് ഇതിനകത്ത് ഇല്ലല്ലോ. ഇല്ല. അദ്ദേഹം അതിൽ കമ്മിറ്റഡ് ആണ്. ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹം കമ്മിറ്റഡ് ആണ്. അദ്ദേഹം ഒക്കെ ഒരിക്കൽ ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം ഇന്ന് ഞാൻ ഓർക്കുകയാണ്. നിങ്ങളോട് ശക്തമായി ഒരാൾ ദേഷ്യപ്പെടുക എങ്കിൽ അയാൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഹെൽപ്പാണ്, എന്നെ ഒന്ന് സഹായിക്കൂ എന്ന കരച്ചിലാണത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു ജീവനെ രക്ഷിക്കാൻ കഴിയും. അയാൾ ദേഷ്യപ്പെടുന്നതോടെ നമ്മൾ അയാളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്നത് ഒരു ജീവനാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഇത് പലപ്പോഴും സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും സാറ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളെ മോശമായി ചിത്രീകരിക്കുമ്പം ചിരിച്ചുകൊണ്ട് അയാളോട് തിരിച്ചു ചോദിക്കേണ്ട ഒരേ ഒരു കാര്യം, എന്തിനാണ് കണ്ണാടിയിൽ നോക്കി വെറുതെ സംസാരിക്കുന്നത്? ഒരൊറ്റ തവണ അയാളിലേക്ക് അങ്ങനെ ഒരു ഉത്ബോധം കൊടുക്കുമ്പോൾ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. സാർ ഇന്ന് സാറ് ദാനങ്ങളെ കുറിച്ച് വെച്ചു. 5ാമത്തെ ദാനമാണ് ഫൈനാൻസ് ദാനം ചെയ്ത ഒരു വ്യക്തി ആണ് ഇന്ന് എൻ്റെ ക്ലിനിക്കിൽ വന്നത്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, വളരെ അത്യാവശ്യം അയാളോടൊപ്പം ജോലി ചെയ്യുന്ന ആൾക്ക് ഈ മനുഷ്യൻ വയ്യാതെ കിടക്കുമ്പോൾ അയാളുടെ ആർക്കും ആവശ്യത്തിന് പൈസ വേണം. തൻ്റെ കാർഡ് എടുത്ത് അയാൾക്ക് നമ്പറും എല്ലാം കൊടുത്തു. ഈ കാശ് ഇയാൾ വലിച്ചു, പിന്നെ തിരിച്ചു കൊടുക്കുന്നില്ല. ഇന്ന് അയാൾ മാനസികമായി തളർന്നിട്ട് തിരിച്ച് നാട്ടിലെത്തി. ആരോ പറഞ്ഞ് എൻ്റെ അടുത്തെത്തി. ആ വിഷമം മാറ്റാൻ ഞാൻ അയാളോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിച്ച് കടന്നുപോയ ആ മനുഷ്യൻ 3 വർഷം മുമ്പ് കടന്നുപോയതാ. അദ്ദേഹം ഇന്ന് എവിടെയാണെന്ന് എന്തെങ്കിലും ആശയം നിങ്ങൾക്കുണ്ടോ? അയാൾ പറഞ്ഞു, ശരിയാണ്, ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ഇയാളെ പോലീസിൽ കേസ് കൊടുത്തുകൊണ്ടാണ് അയാൾ ഓടി രക്ഷപ്പെട്ടത്. പക്ഷെ എവിടെയാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ നിങ്ങളാണ് ഭാഗ്യവാൻ. തിരിച്ച് അയാൾ ഗൾഫിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടിയാണ് ക്ലിനിക്കിൽ നിന്ന് പോയത്. ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ സങ്കടം നമ്മൾ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ഒരു പുതിയ നിർദ്ദേശം കൊടുക്കുമ്പോൾ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. ആ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഈ ക്ലാസ്സിലേക്ക് എത്തിയത്. സാറ് വിളിച്ചു പറഞ്ഞിരുന്നത് എൻ്റെ ക്ലാസ്സാണ്. ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇന്നും മറ്റൊരു എൻഗേജ്മെന്റിൽ പോകുമായിരുന്നു. എന്തായാലും വളരെ നല്ല ഉള്ളിൽ തട്ടിയ ഒരു ക്ലാസ് ആയിരുന്നു ഇത്. താങ്ക് യു ജയൻ സാർ, താങ്ക് യു സാബു സാർ. എല്ലാവർക്കും നന്ദി. കേൾക്കാൻ എത്തിയ എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത് കേൾക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആരെയൊക്കെ സഹായിക്കാൻ പറ്റും അതൊക്കെ തന്നെ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സാർ. നന്ദകുമാർ സാർ. കഴിഞ്ഞ സെപ്റ്റംബർ 10-ാം തീയതി ഞാൻ 4 കോളേജിലാണ് ക്ലാസ് എടുത്തത് ഓൺലൈനിൽ. രാവിലെ 10 മണി, 12 മണി, 4 മണി, 8 മണി. 4 കോളേജ് ഇത് വിളിച്ചു. അതിന്റെ കൂടെ FM-ൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് സൊസൈറ്റിയിൽ ഇതിനെ കുറിച്ച് എത്രകൊണ്ടും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ലക്ഷ്യം. സൊല്യൂഷൻസ് വളരെ ഈസിയാണ്, പക്ഷെ അത് കേൾക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലുള്ളവരെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവയർനെസ്സിൻ്റെ ഏറ്റവും വലിയൊരു പാർട്ട്. നന്ദകുമാർ സാർ കേൾക്കാമോ? അൺമ്യൂട്ട് ചെയ്തു. യെസ് സാർ. താങ്ക് യു സർ. ഇത് എനിക്ക് ആധികാരികമായിട്ട് എന്ത് പറയണമെന്ന് അറിയില്ല. ഇത്രയും വളരെ വിശാലമായൊരു ടോപ്പിക്ക്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, പക്ഷേ വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡ്, എന്നാൽ നീ പൊക്കോ, എങ്ങനെ പടിയുടെ മുകളിൽ കയറി പോകുന്നു, ഞാനും മൊബൈൽ കൊണ്ടിരുന്ന ആ ഒരു ടെക്നിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിരുന്നു അവതരണ രീതി. ശരിക്കും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട്, അങ്ങനെ വലിയ പദപ്രയോഗമൊന്നും ഇല്ലാതെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ നന്നായിട്ട് എടുത്തു. ഞാനും നല്ലപോലെ എൻജോയ് ചെയ്തു. താങ്ക് യു ജയൻ സർ. താങ്ക് യു സർ. താങ്ക് യു സർ. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പ് വരുന്ന വ്യക്തിയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി പോയിന്റുകൾ ഇതിൻ്റെ അകത്തുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നാഗേഷ് സാർ പറയും. സർ, നല്ലൊരു സെഷൻ ആയിരുന്നു. ആദ്യം ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു, മറ്റേത് ആൾക്കാരെ കേൾക്കണം, കുറെ നേരം അവരെ ഇരുന്നിട്ട് കേട്ടെങ്കിൽ തന്നെ അവരെ ഇതിൽ മാറ്റം വരും. ഇങ്ങനെ സാറ് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, അതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ അവസാനത്ത് പറഞ്ഞ്
ഹെൽപ്പിംഗ് അതേഴ്സ്. അതിലും ഈ ബ്ലഡ് ഡൊണേഷൻ അത് ഒരിക്കലും എല്ലാം ഞങ്ങൾ JC-യിലെ ഞാൻ പഴയ മെമ്പറായിരുന്നു, ഇപ്പൊ സീനിയറാണ്. മുമ്പൊക്കെ ഞങ്ങൾ ഇതൊരു ഇതാണ് ബ്ലഡ് ഇഫ് യു നീഡ് ബ്ലഡ് കോൾ JC എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ സാറിന്റെ ഈ ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ആ ക്ലാരിറ്റി ആൻഡ് ആ പ്രസന്റേഷൻ, അത് നമുക്ക് അറ്റൻഡ് ചെയ്തവർക്ക് അത്ര വേഗം അത് ഒരു ഇംപ്രഷൻ ഞങ്ങൾ മനസ്സിൽ ഉണ്ടാക്കും. വളരെ ഇൻഫോർമേറ്റീവ്, വെരി ഹെൽപ്ഫുൾ സെഷനാണ് സർ. താങ്ക് യു വെരി മച്ച്. അത്ര നന്നായിട്ട് എന്ന് പറഞ്ഞെങ്കിൽ കേൾക്കുന്നവരെല്ലാം ഇരുന്നിട്ട് ഒരു അനക്കവും ഇല്ലാതെ സാറ് പറയുന്നതിന് ശ്രദ്ധിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നെക്സ്റ്റ് അത് നല്ലൊരു പ്രസന്റേഷൻ, എല്ലാ കാര്യങ്ങളും അതിന് ആ ഒരു സിങ്ക്രണൈസ് ചെയ്തിട്ട് ഒരു വേർഡിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടും അതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വേഗം ഇതാക്കും. ആർക്കെങ്കിലും ഞങ്ങൾക്ക് ഇന്നത്തെ എന്താണ് നിങ്ങൾ കേട്ടത് എന്ന് പറഞ്ഞെങ്കിൽ വി ക്യാൻ ടെൽ ഈസിലി. അതല്ലേ വേണ്ടത്, നമ്മൾ മാത്രം കേൾക്കാനല്ല, ബാക്കിയുള്ളവർക്ക് ഇതിനെ ഇത് സ്പ്രെഡ് ചെയ്യുന്നതും ഇതിന്റെ ഒരു അവയർനെസ് ആണ്. സൊസൈറ്റി നെറേറ്റീവ് ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നും ഞങ്ങൾ കാണും, അതിൽ പാരന്റിങ്ങിന്റെ ഇതും വലിയ റോളുണ്ട്. അധികം നിങ്ങൾ ഈ സ്റ്റുഡൻസ് സൊസൈറ്റിയിൽ കാണാം, അച്ഛനും അമ്മയും ആ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്ന തന്നെ അറിയുന്നില്ല. അവസാനമാണ് ഇവരൊരു സിറ്റുവേഷനിലേക്ക് എത്തിയപ്പാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡ്രഗ്സിനെ ഇത് ചെയ്യുന്നതെല്ലാം കാരണങ്ങൾ അതാണ്. ഇത് പാരന്റ്സിന്റെ ശ്രദ്ധയില്ല, അവസാനമാണ് അറിയുന്നത്, പിന്നെ ഒന്നും ചെയ്യാത്ത സിറ്റുവേഷനിലൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ക്ലാസ് ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യണം. അപ്പൊ സാറ് പറയുന്ന കാര്യം കേട്ടിട്ട് വി ഓൾ അലോങ് വിത്ത് യു സർ, വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. സാറിന്റെ ഈ അറ്റംപ്റ്റ് വളരെ സ്പ്രെഡ് ചെയ്തിട്ട് വലിയൊരു ഏരിയയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആശിക്കുന്നുണ്ട്. എല്ലാവിധ അനുഭവത്തിനും താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. താങ്ക് യു സർ. ഇതിലിട്ടുണ്ട്, എന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ട്, ആർക്കെങ്കിലും നേരിട്ട് വിളിക്കാം. ഇനി അടുത്ത മാസം ഒരു പുതിയൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് ബിഹേവിയർ മാനേജ്മെന്റ് ആണ് അതിന്റെ പേര്. വെരി ഗുഡ് സർ, വെരി ഗുഡ്. അതിന്റെ നമ്പർ നോട്ട് ചെയ്തിന് നമ്പർ ഇട്ടുണ്ട്. ഇനി എന്റെ ഗ്രൂപ്പിൽ കാരണമെങ്കിൽ അതിന്റെ വാട്സപ്പ് ലിങ്ക് കൂടി ഞാൻ ഇട്ടെ സാറേ. വാട്സപ്പിന്റെ ഇതും കൂടി ഇട്ടുണ്ട്, അതിൽ കിട്ടിയാലും ഇതിന്റെ വരുന്ന എല്ലാ അപ്ഡേറ്റ്സും കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ സർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടുത്ത മാസമാണ് ലോഞ്ച് ചെയ്യാൻ ഇത് വരിക. അതും ഒരു ഇവന്റ് ആയിട്ട് തന്നെ വരിക. ഇപ്പോ ഈ മാഗസിൻ ലോഞ്ച് ചെയ്തപ്പോഴും വെറുതെ ഒരു ഇതല്ല, എല്ലാ ഓതേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ എഡിറ്റോറിയൽ ബോർഡിൽ ഒരു 10 പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം വെച്ചിട്ടാണ് ഓൺലൈനിലാണ് ചെയ്തത്. കാരണം പല ആൾക്കാരും പല സ്ഥലത്താണ്, അമേരിക്ക മുതൽ കേരളം മുതൽ അമേരിക്ക വരെ ആൾക്കാരുണ്ട് ഇതിൽ. പിന്നെ രണ്ടാമത് സൈക്കോളജി മേഖലയിൽ ഇങ്ങനത്തെ ഒരു മാഗസിൻ ഇല്ല. അതുകൊണ്ട് മൈൻഡ്ഫുൾ ടൈംസ് എന്നും കൊടുത്തത്. നമുക്ക് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞ ഫേമസ് ആയ പേപ്പർ ഉണ്ട്, അതുപോലൊരു പേരിട്ടതാണ് മൈൻഡ്ഫുൾ ടൈംസ്. ഇതിലൂടെ ആ മൊബൈല് എന്നെ അവൈലബിൾ ആണ് 24 മണിക്കൂറും, ഫോൺ ഓൺ ആണ്. എടുത്തില്ലെങ്കിൽ ഞാൻ തിരക്കിലാണ്. ഗ്രൂപ്പിൽ കയറിയാൽ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കിട്ടും. ഓക്കെ, താങ്ക് യു സർ. ഇനി സാറ് പാരന്റിങ് പറഞ്ഞു, എന്താ പാരന്റ് പറഞ്ഞ? പാരന്റിങ്ങിനെ കുറിച്ച് പാരന്റ്സിനെ പറഞ്ഞില്ലേ? ഇതിപ്പോ നിങ്ങൾക്ക് കാണാം, അധികം ആൾക്ക് ഈ കുട്ടികൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ അവർ എന്ത് ചെയ്യുന്നെന്ന് തന്നെ ഇവർക്ക് ശ്രദ്ധിക്കുന്നില്ല. ഇത് ഒരേ ആരെങ്കിലും അഡിക്റ്റ് ആകുന്നത് പറഞ്ഞെങ്കിൽ 1 morning he will not be addicted. ആദ്യം ഇതിന്റെ എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണുമ്പോൾ ഫുഡ് കഴിക്കുന്ന കുറയുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കാൻ ഇവർക്ക് സമയമില്ല പാരന്റ്സിന്. അതാണ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ. പാരന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? രക്ഷിതാവല്ല, അച്ഛനമ്മയല്ല. എല്ലാവരും വാക്കിന്റെ അർത്ഥം പേഷ്യൻസ് ആണ്, ക്ഷമയാണ്. ക്ഷമയാണ്, കറക്റ്റ്. ഈ പാരന്റ് എന്ന വാക്കിനെ എക്സ്പാൻഡ് ചെയ്ത P എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തോട്ട്, A എന്ന് പറഞ്ഞാൽ അസർട്ടീവ്നെസ്, R എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ, E എന്ന് പറഞ്ഞാൽ എക്സസൈസ്, T എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഫേമസ് വാല്യുബിൾ ആയ മെഡിസിനായ ടച്ച്, ഈ N പറഞ്ഞ ന്യൂട്രിയസ് ഫുഡ്, T എന്ന് പറഞ്ഞ ടച്ച്. ഇതാണ് പാരന്റ്. ഇപ്പോ നമ്മുടെ ഇപ്പൊ ക്ലിനിക്കിൽ ഒരുപാട് കേസ് വരുന്നുണ്ട്, അഡിക്ഷൻ പറഞ്ഞ മൊബൈൽ അഡിക്ഷൻ പറഞ്ഞ കുട്ടികള്. ഇത് മാറ്റി ചെയ്യണമെന്നാണ്. ഒന്നും ചെയ്യില്ല, പാരന്റ് ഒപ്പം പോയിരിക്കുക. എന്നിട്ട് നമ്മളിപ്പോ TV-യിൽ ക്രിക്കറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഫുട്ബോൾ കാണുമ്പോൾ എന്താ, ഒരാൾ ഇത് കമന്ററി പറയണില്ലേ? പറയണ പോലെ ഈ കുട്ടിയോട് കമന്ററി പറഞ്ഞ് കളിക്കാൻ പറയാ. ഇടയ്ക്ക് ഇത് പ്രസ് ചെയ്ത് എന്താണ്, ഇത് പ്രസ് ചെയ്ത എന്താ വെച്ചാൽ അമ്മയും ചോദിക്കുക. കുട്ടി ഇറിറ്റേഷൻ കൊണ്ട് വല്ലാത്ത അവസ്ഥ നിർത്തി പോവും.
ഒരു മെത്തേഡ്. അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ്, നീ മൊബൈൽ ഗെയിം കളിക്കാൻ നല്ല സൗണ്ട് ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 150 പ്രാവശ്യം പോയിട്ട് ഉമ്മ വെക്കുക, അലങ്ങും വിലങ്ങും ഉമ്മ വെക്കുക. ഇയാൾ അവിടെ വെച്ച് വെക്കോളൂ. എല്ലാ ദിവസവും ചെയ്യണം. ഓക്കെ, രമാദേവി പറഞ്ഞോളൂ. ഞാൻ രമാവതിയാണ് സാറേ. ഇതിലൊരു രമാദേവി ഉണ്ട്, ഇന്നുണ്ടെന്നറിയില്ല. ഓക്കെ 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 ആ പറഞ്ഞോളൂ സാറേ, പറഞ്ഞോളൂ. സാറേ സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോ ഞാനിങ്ങനെ ആഗ്രഹത്തോട് വിചാരിച്ചൊരു സാബു സാർ നമസ്കാരം, ആഗ്രഹത്തോടു കൂടി വിചാരിച്ചൊരു കാര്യം, എനിക്ക് ഈ ക്ലാസ് 2-3 മണിക്കൂർ ഓഫ്ലൈൻ ആയിട്ട് എവിടുന്നെങ്കിലും കേൾക്കാൻ പറ്റണമായിരുന്നു സാറേ. കാരണം ഒരു നല്ലൊരു മാഡം അവിടെ കാസർഗോഡ് അറേഞ്ച് ചെയ്യാൻ തയ്യാറാണോ? ഞാൻ അവിടെ എത്തി. എന്താ പറഞ്ഞാൽ ഇതിങ്ങനെ നേരിട്ട് കേൾക്കുമ്പോ എന്തൊരു നല്ല, ഇത്രയും ഈ ഓൺലൈനിൽ തന്നെ ഇത്ര നന്നായിട്ട് സാറ് പ്രസന്റ് ചെയ്ത് നമ്മൾ കേൾക്കുമ്പോ എനിക്ക് അതിശയം തോന്നിയിരുന്നു. അതിൽ ഇന്ററാക്ഷനോട് കൂടിയിട്ടാകുമ്പോ നമ്മളോട് ചോദ്യം ചോദിക്കാം, കുട്ടികളെ പോലെ തെറ്റി ഉത്തരം പറയാം. അപ്പൊ സാറ് ശരിയാക്കിയ നല്ലതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇതിന് നമുക്ക് റെമഡിയാണ്. കാരണം സൂയിസൈഡ് ആ മെന്റാലിറ്റി വളരുമ്പോ തന്നെ നമുക്ക് അതിന് എന്തെങ്കിലും ഇത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും അതിൽ നിന്ന് കുട്ടികൾ പിന്മാറും. ബ്ലഡ് ഡൊണേഷൻ എന്റെ മോന് NCC ഉള്ളതുകൊണ്ട് ആ സമയത്തുണ്ടല്ലോ സാർ, ഇപ്പൊ വലിയ കുട്ടിയായി, വലിയ 10-39 വയസ്സായി. ആ സമയത്തെല്ലാം ഇവൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. ഇതിന് മാത്രല്ല, അവർക്കെന്തോ ബ്ലഡ് ഡൊണേഷന്റെ സർട്ടിഫിക്കറ്റ് അവന്റെ ഫയലിലൊക്കെ കാണാം, കുറെ സർട്ടിഫിക്കറ്റ് O പോസിറ്റീവ് ആണ്. അപ്പം നല്ലതാണ്. അപ്പൊ അച്ഛനും പറയും, മോനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ഒരുപാട് ആൾക്ക് ഗുണം ചെയ്യും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനും പിന്നെ അവനും കൂടിയിട്ട് ഐ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി. അതിന്റെ വേറൊരു സർട്ടിഫിക്കറ്റും കൂടി മേടിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞില്ലേ ഓർഗൻ ഡൊണേറ്റ് ചെയ്താൽ നല്ലതെന്നുള്ള രീതിയിൽ. അതുപോലെ ഫോണിൽ കുട്ടികൾ കളിക്കുന്ന സാറേ, ഈ ചെറിയ പിന്നെ യൂത്ത് മാത്രല്ല, ഇപ്പൊ ഹൈസ്കൂളോ പിന്നെ +2 യൂത്ത് അല്ല സാറേ, ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ സാർ, അതേ എനിക്ക് സങ്കടം തോന്നുന്നത്. അത് ട്രെയിനിൽ പോകുമ്പോഴായാലും മറ്റേ രീതിയിലായാലും ആ കുട്ടികൾക്ക് നിർബന്ധപൂർവ്വം കൊടുക്കുകയാണ് സാറേ. ചെറിയ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാണ്. എന്തിനു കൊടുക്കണു ഫോൺ? അവര് വെറുതെ ഈ അമ്മക്ക് ഫോണിൽ നോക്കാനുണ്ടെങ്കിൽ ആ കുട്ടിക്കും ഒരു ഫോൺ ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? കൊടുത്ത് അതാണ് ഞാനും പറയുന്നത്. കുറച്ചുനേരം ആ കുട്ടി കരഞ്ഞു നിർത്തും. പക്ഷെ ഇവരതല്ല. കരഞ്ഞ ആരൊക്കെ മോശം? അതന്നെ സാർ, ഞാൻ ഇന്നലെ കണ്ടു ട്രെയിനിൽ വരുമ്പോ ഒരു കുട്ടി, ചെറിയ മോളാണ്. ഞാൻ വിചാരിച്ചു ഇത്ര ചെറിയ കുട്ടിക്ക് ഈ ഫോൺ കൊടുത്തിട്ട് ഇവരെന്തിനാ ഈ കുട്ടീനെ ഇങ്ങനെ നശിപ്പിക്കുന്നു വിചാരിച്ചു. അത് ചെറിയ മോളാണ്. അതന്നെ എനിക്ക് അത്ഭുതപ്പെട്ടു പോയത്. പിന്നെ സാറ് പറഞ്ഞ പോലെ എല്ലാരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ഇവിടെ അത് എന്താ പറയുക, നല്ല ഇതാണ് സാറേ. വീട്ടിലെല്ലാരും ഒന്നിച്ച് കഴിക്കുള്ളൂ. നേരത്തെയും കൂടി ഹസ്ബൻഡ് പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. പിന്നെ സംസാരിക്കാൻ പറ്റും എന്തെങ്കിലും കാര്യങ്ങൾ ആ സമയത്തുള്ളത്. അല്ലെങ്കിൽ നമ്മളെ 4 പേരും കൂടിയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട്. എന്ത് ദേഷ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുമല്ലോ, അതെല്ലാം തീരും അന്നേരം ഉള്ളത്. പിന്നെ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ഫോണും നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിച്ചുകൂടാന്ന്. കാരണം നമ്മളെ ബ്രെയിന് ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പം അത് ഇതുണ്ടല്ലോ. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതാണോ ഫോൺ നോക്കുന്നതാണോ ബ്രെയിനിന് തന്നെ സംശയം വരും. നല്ല രീതിയിൽ ഞാൻ കുട്ടികൾക്ക് അത് ചെയ്തൊരു ഗുണവും ദോഷവും ഉണ്ട്. ദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും. ഗുണം എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് അടിയന്തര സദ്യ കൊടുക്കാൻ പറ്റും. അത് ഭാഗ്യം വേണം. അപ്പൊ ഉണ്ടല്ലോ സാറേ, എനിക്ക് ഈ ക്ലാസ് നല്ലോണം ഇഷ്ടപ്പെട്ടു സാറേ. ഇനിയും സാറ് വരണേ. അപ്പൊ മാഡം അറേഞ്ച് ചെയ്തോളൂ, ഞാൻ ആ കാസർഗോഡ് എത്താം. ശരി. അതല്ല, അവിടെ എനിക്ക് സാറിന്റെ ഓഫ്ലൈനിൽ ചെയ്തുതരാം. നമ്പർ എനിക്ക് സാബു സാറിനോട് ഞാൻ കളക്ട് ചെയ്തു. അല്ലാതെ തന്നെ ഒരു ആവശ്യം ഉണ്ട്. ആയിക്കോട്ടെ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വിളിച്ചോളൂ. ഓക്കെ. ഫോബിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബിഹേവിയർ തെറാപ്പിയിലൊക്കെ ജയൻ സാർ വളരെ സ്പെഷ്യലിസ്റ്റാണ്. പല ഹോസ്പിറ്റലുകളും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. അങ്ങനെയൊക്കെ പല തലങ്ങളിൽ നമ്മൾ വളരെ തിരക്കുള്ളതുകൊണ്ടാണ് പലപ്പോഴും സാറിവിടെ ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പം വിളിച്ചാൽ പഴയ പോലെ കിട്ടത്തില്ല, വളരെ ബിസിയാണ്. കാരണം ക്ലിനിക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ തന്നെ മിക്കവാറും 8 മണിയൊക്കെ ആവും. ഇതൊക്കെ റെയറായിട്ട് കിട്ടുന്ന ചാൻസുകളാണ്. ഓക്കെ, ഇനി ആരാണ് പറയുന്നത്? ക്ലിനിക്കിൽ ഒരു ക്ലയന്റ് വന്നാൽ മിനിമം 1.5 മണിക്കൂർ വേണേ അവരെ തിരിച്ചുവിടാൻ. പെട്ടെന്ന് എന്താ വേണ്ടേ ചോദിച്ചൊന്നും വിടില്ല, കംപ്ലീറ്റ് ആക്കിയിട്ടേ വിടുള്ളൂ. 2 സിറ്റിംഗ് ആവശ്യമുള്ളതുകൊണ്ട്. അത് തന്നെയല്ല, നമ്മൾ വിചാരിക്കും നമ്മുടെ തൊട്ടടുത്തൊരു ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ
ക്ലയൻറ്റ് അങ്ങോട്ട് വരാനല്ല പറയുന്നത്, സാറ് ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് സാർ. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഇനി വേറെ ആരാ? സാർ ഞാനൊരു ആ സാർ ഞാൻ ബ്ലഡ് ഡൊണേഷനെ പറ്റി ഒരു കാര്യം പറഞ്ഞോട്ടെ. പറയൂ സാറേ. ഞാൻ ചെന്നൈയിലുള്ളപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബ്ലഡ് ഡൊണേഷൻ പറഞ്ഞാൽ ഞാൻ സാറിന് ആർക്ക് ബ്ലഡ് കൊടുക്കുന്നതെന്ന് ചോദിക്കാറില്ല, ആരാണെന്ന് ചോദിക്കാറില്ല. ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് വന്നു. സാറിന് ബ്ലഡ് ഡൊണേറ്റ് ഒരു ദിവസം ലീവ് കിട്ടും, ഞാൻ ഒന്നും എടുത്തില്ല, വന്ന് നോർമലായിട്ട്. പിറ്റേ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ തന്നെ വളരെ എനിക്ക് കുറച്ചുകൂടി അടുപ്പമുള്ള ഒരാളുടെ ഫോണായിരുന്നു. ഞാൻ എന്ത് ചോദിച്ചു, ഇന്നലെ ഇങ്ങനെ ബ്ലഡ് ഡൊണേഷൻ പോയിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയിരുന്നു, അത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കസിൻ ആയിരുന്നു എന്ന്. ഇത് അറിയാൻ നേരത്തെ എന്നെ കോണ്ടാക്ട് ചെയ്യണേ പറഞ്ഞു. കാരണം കുഴപ്പമൊന്നുമില്ല, ഇനിയും വല്ലതാണ്. അങ്ങനെ ഒരു രസകരമായ ഒരു അനുഭവം കൂടെ എനിക്കുണ്ടായി. ഞാൻ ഒരിക്കലും ആർക്ക് കൊടുക്കുന്നു നോക്കാറില്ല, ചോദിക്കാറുമില്ല. അങ്ങനെ രസകരമായ ഒരു അനുഭവം കൂടെ ഷെയർ ചെയ്യാന്ന് കരുതി. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആരാ അൺമ്യൂട്ട് ചെയ്യൂ? ഒന്ന് സാബു സാറേ, ആ, സാർ പറയൂ. താങ്ക് യു സാബു സാറേ. ഞാൻ ഒന്ന് പറയുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സെഷൻ ആയിരുന്നു. എനിക്ക് ജയൻ സാറോട് ചോദിക്കാനുള്ളത്, സാറിന്റെ ക്ലിനിക്ക് എവിടെയാണ് സാറേ? ഒന്ന് എടപ്പാളാണ്, ഒന്ന് ചാവക്കാടാണ്. ഓ, എടപ്പാളുണ്ട്, ചാവക്കാടുണ്ട്. സാറിന്റെ സ്ഥലം എവിടെയാ? ഇത് മുക്കം കോഴിക്കോട്. ചെറുവാടി എന്ന് പറയും, മെഡിക്കൽ കോളേജ് സാറ് റൂട്ടിൽ, കോഴിക്കോട്. സാറ് വിളിച്ചോളൂ, നമുക്ക് ശരിയാക്കാം. ഓ, അല്ല, എനിക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്, അതാണ് ചോദിച്ചത് സാറേ. ആയിക്കോട്ടെ, Thank you. വിളിച്ചോളൂ, ഞാൻ Thank you, sir. അറേഞ്ച് തരാം. ഓക്കെ സാർ. ഓക്കെ, ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ഓക്കെ, ഇനി ആരാ അൺമ്യൂട്ട് ചെയ്ത് റോഹിത് പറയും? സാറേ കുറെ കാലമായി കണ്ടിട്ട്. റോഹിത് സാർ, പിന്നെ ആരാ ഉള്ളത്? ദീപ മാം, പത്മനാഭൻ സാർ, സ്നേഹലത മാം, അബ്ദുൾ റഷീദ്, കുറേ നാളായല്ലോ കണ്ടിട്ട്. ബീന മാം, ഷഫീല മാം, പറയൂ. എല്ലാവരും തിരക്കിലാണോ? ബിസിയൊന്നുമില്ല. എന്നേക്കാൾ ഹേബിളായ ആളുകളൊക്കെ സംസാരം, അവരുടെ റിപ്ലൈ കേൾക്കാന്ന് വിചാരിച്ചു, ലാസ്റ്റ് പറയാന്ന് വിചാരിച്ചു. വളരെ യൂസ്ഫുൾ ആയ ഒരുപാട് സെന്റൻസുകൾ കേൾക്കാൻ കഴിഞ്ഞു. മിറർ തെറാപ്പി ഒക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ട്. സ്ഥലം എവിടെയാ? എന്റെ സ്ഥലം കാപ്പാട്, അറിയോ സാറ്? കാപ്പാട്. കാപ്പാട് അടുത്തായിട്ട് വരും, ബംഗളം. ഞാൻ കാപ്പാട് റിസോർട്ടിൽ വന്നിട്ടുണ്ട് ഒരു ഫംഗ്ഷന്. ഓക്കെ, ദെൻ ഇനി ആരാ ഉള്ളത്? അബ്ദുൾ റഷീദ് സാർ ഉണ്ടോ? റോയ് സാർ, ദീപ മാം, ബീന മാം, സ്നേഹലത മാം, ജോർജ് സാർ. ഓക്കെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പം ജയൻ സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും സെപ്റ്റംബർ 10-നായിരുന്നു നമ്മളത് ചെയ്യേണ്ടത്, പക്ഷേ കുഴപ്പമില്ല, ഞാൻ അന്ന് 4 എൻഗേജ് ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കാതെ. രാവിലെ 10 തൊട്ട് തുടങ്ങിയതാണ്. അപ്പൊ ഓരോ പ്രാവശ്യം ഒരേ സ്ലൈഡിൽ ചെറിയ മാറ്റം വരുത്തി കൂടെ, അല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥ വരും ഒരേ സാധനം ഡെലിവറി ചെയ്യുമ്പോൾ. എന്നാൽ ലാസ്റ്റ് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ എവിടെയാ കിട്ടുക ചോദിച്ചു, അവിടെ അച്ചോടികള്. അല്ല സാർ, എല്ലാ വേർഡ്സിനും കറക്റ്റ് ആയിട്ടുള്ള അബ്രിവേഷൻസ് പറയുമ്പോഴേ അത് അത്ര ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. സൂയിസൈഡ് പറഞ്ഞു പോകാനല്ലേ എളുപ്പം. അതിന്റെ അബ്രിവേഷൻസിലേക്കൊന്നും ആരെങ്കിലും പോയി, സത്യത്തിൽ ആ അബ്രിവേഷൻ മതി 1 മണിക്കൂർ ക്ലാസ്സിന്. ഒരു ദിവസം എടുക്കാണ്ട്. ഇപ്പൊ രമാവതി മേഡം പറഞ്ഞ പോലെ ഇപ്പൊ ഓഫ്ലൈൻ ആണെങ്കിൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് സൂയിസൈഡ് ആണെങ്കിൽ ബാക്കിയുള്ള എക്സസൈസ് ഒക്കെ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. വീണ്ടും ഇതുപോലെ ഫ്രീ ആവുമ്പോൾ വരിക. ഞാൻ സാറിനെ വിളിക്കില്ല, സാർ ഇങ്ങോട്ട് വിളിച്ചാണ് വന്നത്, അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഞാൻ വിളിക്കുമ്പോഴൊക്കെ മിക്കവാറും തിരക്കിലായിരിക്കും. പിന്നെ നമുക്ക് ആകെ 2 ദിവസം നമുക്ക് ഈ ശനിയും തിങ്കളാഴ്ചയും മാത്രമേ നമുക്ക് ഫ്രീ ഉള്ളൂ, ബാക്കിയെല്ലാം ഷെഡ്യൂൾഡ് പ്രോഗ്രാംസ് ആണ്. അപ്പം തീർച്ചയായിട്ടും വീണ്ടും ഒരാഴ്ച കംപ്ലീറ്റ് ഞാൻ ചെന്നൈയിലാണ്. ഒരു കോളേജിലെ സ്റ്റുഡൻസിന് ഒരു വാല്യൂ ആഡഡ് പ്രോഗ്രാം, അതുപോലെ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്നേക്കാണ്. നന്ദകുമാർ സാർ എവിടെയാ സ്ഥലം? ഞാൻ തൃശ്ശൂര്. ഡോക്ടറിനെ വീട്ടിന് ഒരു 10 കിലോമീറ്റർ ദൂരമുള്ളൂ. ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സാർ മിക്കവാറും കയറാറുണ്ട് ക്ലാസ്സുകളിൽ. ഓക്കെ സാർ, അപ്പൊ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. ഗുഡ് നൈറ്റ്. മ്യൂസിക് തെറാപ്പിയാണ്, അനദർ ടൈപ്പ് ഓഫ് തെറാപ്പി. ബിഹേവിയർ ടെക്നോളജിയാണ്. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. ബൈ.